ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 40 സംവത്സരത്തോളം ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നാൽ ദാൻ ഗോത്രത്തിലുള്ളവനായി സ്വരാധ്യനായ ഒരു പുരുഷനുണ്ടായിരുന്നു. അവന് മനോഹ എന്നു പേർ. അവന്റെ ഭാര്യ മച്ചിയായിരിക്കൊണ്ട് പ്രസവിച്ചിരുന്നില്ല. ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത്, നീ മച്ചിയല്ലോ, പ്രസവിച്ചിട്ടുമില്ല. എങ്കിലും നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ആകയാൽ നീ സൂക്ഷിച്ചുകൊള്ളുക, വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീരായിരിക്കും. അവൻ ഇസ്രായേലിനെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും. സ്ത്രീ ചെന്ന് ഭർത്താവിനോട് പറഞ്ഞത്, ഒരു ദൈവപുരുഷൻ എൻ്റെ അടുക്കൽ വന്നു. അവന്റെ ആകൃതി ഒരു ദൈവദൂതന്റെ ആകൃതി പോലെ അതിഭയങ്കരമായിരുന്നു. അവൻ എവിടെ നിന്നെന്ന് ഞാൻ അവനോട് ചോദിച്ചില്ല. തൻ്റെ പേർ അവൻ എന്നോട് പറഞ്ഞതുമില്ല. അവൻ എന്നോട്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ആകയാൽ നീ വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. ബാലൻ ഗർഭം മുതൽ ജീവപര്യന്തം ദൈവത്തിന് നാസീരായിരിക്കണം എന്ന് പറഞ്ഞു. മനോഹ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിപ്പാനിരിക്കുന്ന ബാലന്റെ കാര്യത്തിൽ ഞങ്ങളെ ഉപദേശിച്ചു തരുമാറാകട്ടെ എന്ന് പറഞ്ഞു. ദൈവം മനോഹയുടെ പ്രാർത്ഥന കേട്ടു. ദൈവദൂതൻ വീണ്ടും അവളുടെ അടുക്കൽ വന്നു. അവൾ വയലിൽ ഇരിക്കുകയായിരുന്നു. അവളുടെ ഭർത്താവ് മനോഹ കൂടെ ഉണ്ടായിരുന്നില്ല. ഉടനെ സ്ത്രീ ഓടിച്ചെന്ന് ഭർത്താവിനെ അറിയിച്ചു. അന്ന് എൻ്റെ അടുക്കൽ വന്ന ആളിതാ എനിക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു. മനോഹ ഉടനെ എഴുന്നേറ്റ് ഭാര്യയോട് കൂടെ ചെന്ന് ആ പുരുഷന്റെ അടുക്കലെത്തി. ഈ സ്ത്രീയോട് സംസാരിച്ച ആൾ നീയോ എന്ന് അവനോട് ചോദിച്ചു. ഞാൻ തന്നെ എന്നവൻ പറഞ്ഞു. മനോഹ അവനോട്, നിന്റെ വചനം നിവൃത്തിയാകുമ്പോൾ ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ ആചരിക്കണം? അവനെ സംബന്ധിച്ച് എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. യഹോവയുടെ ദൂതൻ മനോഹയോട്, ഞാൻ സ്ത്രീയോട് പറഞ്ഞതൊക്കെയും അവൾ സൂക്ഷിച്ചു കൊള്ളട്ടെ. മുന്തിരിവള്ളിയിൽ ഉണ്ടാകുന്ന യാതൊന്നും അവൾ തിന്നരുത്, വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെയും അവൾ ആചരിക്കണം എന്ന് പറഞ്ഞു. മനോഹ യഹോവയുടെ ദൂതനോട്, ഞങ്ങളൊരു കോലാട്ടിൻകുട്ടിയെ നിനക്കായി പാകം ചെയ്യും വരെ നീ താമസിക്കണമെന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ മനോഹയോട്, നീ എന്നെ താമസിപ്പിച്ചാലും ഞാൻ നിന്റെ ആഹാരം കഴിക്കുകയില്ല. ഒരു ഹോമയാഗം കഴിക്കുമെങ്കിൽ അത് യഹോവയ്ക്ക് കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അവൻ യഹോവയുടെ ദൂതൻ എന്ന് മനോഹ അറിഞ്ഞിരുന്നില്ല. മനോഹ യഹോവയുടെ ദൂതനോട്, നിന്റെ വചനം നിവൃത്തിയാകുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കേണ്ടതിന് നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു. യഹോവയുടെ ദൂതൻ അവനോട്, എൻ്റെ പേർ ചോദിക്കുന്നത് എന്ത്? അത് അതിശയമുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ മനോഹ ഒരു കോലാട്ടിൻകുട്ടിയെയും ഭോജനയാഗത്തെയും കൊണ്ടുവന്ന് ഒരു പാറമേൽ യഹോവയ്ക്ക് യാഗം കഴിച്ചു. മനോഹയും ഭാര്യയും നോക്കി നിൽക്കൊണ്ടിരിക്കെ അവനൊരു അതിശയം പ്രവർത്തിച്ചു. അഗ്നിജാല യാഗപീഠത്തിന്മേൽ നിന്ന് ആകാശത്തിലേക്ക് പൊങ്ങിയപ്പോൾ യഹോവയുടെ ദൂതൻ യാഗപീഠത്തിന്റെ ജ്വാലയോടുകൂടെ കയറിപ്പോയി. മനോഹയും ഭാര്യയും കണ്ട് സാഷ്ടാംഗം വീണു. യഹോവയുടെ ദൂതൻ മനോഹയ്ക്കും ഭാര്യയ്ക്കും പിന്നെ പ്രത്യക്ഷനായില്ല. അങ്ങനെ അത് യഹോവയുടെ ദൂതൻ എന്ന് മനോഹ അറിഞ്ഞു. ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചു പോകും എന്ന് മനോഹ ഭാര്യയോട് പറഞ്ഞു. ഭാര്യ അവനോട്, നമ്മെ കൊല്ലുവാൻ യഹോവയ്ക്ക് ഇഷ്ടമായിരുന്നുവെങ്കിൽ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് ഹോമയാഗവും ഭോജനയാഗവും കൈക്കൊള്ളുകയോ ഇവ ഒക്കെയും നമുക്ക് കാണിച്ചു തരികയോ ഈ സമയത്ത് ഇതുപോലെയുള്ളൊരു കാര്യം നമ്മെ അറിയിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു. അവന് ശിംശോൻ എന്ന് പേരിട്ടു. ബാലൻ വളർന്നു. യഹോവ അവനെ അനുഗ്രഹിച്ചു. സോരയ്ക്കും എസ്തയോലിനും മധ്യേയുള്ള മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം. അനന്തരം ശിംശോൻ തിമ്നയിലേക്ക് ചെന്ന് തിമ്നയിൽ ഒരു ഫിലിസ്ത്യ കന്യകയെ കണ്ടു. അവൻ വന്നു തൻ്റെ അപ്പനെയും അമ്മയെയും അറിയിച്ചു, ഞാൻ തിമ്നയിൽ ഒരു ഫിലിസ്ത്യ കന്യകയെ കണ്ടിരിക്കുന്നു, അവളെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. അവൻ്റെ അപ്പനും അമ്മയും അവനോട്, അഗ്രചർമ്മികളായ ഫിലിസ്ത്യരിൽ നിന്ന് നീ ഒരു ഭാര്യയെ എടുപ്പാൻ പോകേണ്ടതിന് നിന്റെ സഹോദരന്മാരുടെ കന്യകമാരിലും നമ്മുടെ സകല ജനത്തിലും യാതൊരുത്തിയും ഇല്ലയോ എന്ന് ചോദിച്ചതിന് ശിംശോൻ തൻ്റെ അപ്പനോട്, അവളെ എനിക്ക് എടുക്കണം, അവളെ എനിക്ക് ബോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് യഹോവയാൽ ഉണ്ടായതെന്ന് അവൻ്റെ അപ്പനും അമ്മയും അറിഞ്ഞില്ല. അവൻ ഫിലിസ്ത്യരുടെ നേരെ അവസരം അന്വേഷിക്കുകയായിരുന്നു. ആ കാലത്ത്
ഫെലിസ്ത്യരായിരുന്നു ഇസ്രായേലിനെ വാണിരുന്നത്. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി. തിമ്നയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. കയ്യിലൊന്നും ഇല്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. താൻ ചെയ്തത് അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. പിന്നെ അവൻ ചെന്ന് ആ സ്ത്രീയോട് സംസാരിച്ചു. അവളെ ശിംശോന് ബോധിച്ചു. കുറെ കാലം കഴിഞ്ഞ ശേഷം അവൻ അവളെ വിവാഹം കഴിപ്പാൻ തിരികെ പോകുകയിൽ സിംഹത്തിന്റെ ഉടൽ നോക്കേണ്ടതിന് മാറി ചെന്നു. സിംഹത്തിന്റെ ഉടലിനകത്ത് ഒരു തേനീച്ചക്കൂട്ടവും തേനും കണ്ടു. അതവൻ കയ്യിലെടുത്ത് തിന്നും കൊണ്ട് നടന്നു. അപ്പന്റെയും അമ്മയുടെയും അടുക്കൽ ചെന്നു അവർക്കും കൊടുത്തു. അവരും തിന്നു. എന്നാൽ തേൻ ഒരു സിംഹത്തിന്റെ ഉടലിൽ നിന്ന് എടുത്തു എന്ന് അവൻ അവരോട് പറഞ്ഞില്ല. അങ്ങനെ അവന്റെ അപ്പൻ ആ സ്ത്രീയുടെ വീട്ടിൽ ചെന്നു. ശിംശോൻ അവിടെ ഒരു വിരുന്നു കഴിച്ചു. യൗവനക്കാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു. അവർ അവനെ കണ്ടപ്പോൾ അവനോടുകൂടി ഇരിപ്പാൻ 30 തോഴന്മാരെ കൊണ്ടുവന്നു. ശിംശോൻ അവരോട്, ഞാൻ നിങ്ങളോട് ഒരു കടം പറയാം. വിരുന്നിന്റെ 7 ദിവസത്തിനകം നിങ്ങളത് വീട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് 30 ഉള്ളങ്കിയും 30 വിശേഷ വസ്ത്രവും തരാം. വീട്ടുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലോ നിങ്ങൾ എനിക്ക് 30 ഉള്ളങ്കിയും 30 വിശേഷ വസ്ത്രവും തരയണം എന്ന് പറഞ്ഞു. അവർ അവനോട്, നിന്റെ കടം പറക, ഞങ്ങൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഭോക്താവിൽ നിന്ന് ഭോജനവും മലനിൽ നിന്ന് മധുരവും പുറപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നാൽ കടം വീട്ടുവാൻ 3 ദിവസത്തോളം അവർക്ക് കഴിഞ്ഞില്ല. 7-ാം ദിവസത്തിലോ അവർ ശിംശോന്റെ ഭാര്യയോട്, ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ തക്കവണ്ണം നിന്റെ ഭർത്താവിനെ വശീകരിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും നിന്റെ പിതൃഭവനത്തെയും തീ വെച്ച് ചുട്ടുകളയും. ഞങ്ങളുടെ വസ്തു കരസ്ഥമാക്കേണ്ടതിനോ നിങ്ങൾ ഞങ്ങളെ വിളിച്ചത് എന്ന് പറഞ്ഞു. ശിംശോന്റെ ഭാര്യ അവന് മുമ്പിൽ കരഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ ദ്വേഷിക്കുന്നു. എൻ്റെ അസ്മാദികളോട് ഒരു കടം പറഞ്ഞിട്ട് എനിക്കത് പറഞ്ഞു തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ അവളോട്, എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാനത് പറഞ്ഞു കൊടുത്തിട്ടില്ല, പിന്നെ നിനക്ക് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞു. വിരുന്നിൻ്റെ 7 ദിവസവും അവൾ അവൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരുന്നു. 7-ാം ദിവസം അവൾ അവനെ അസഹ്യപ്പെടുത്തുകൊണ്ട് അവൻ പറഞ്ഞു കൊടുത്തു. അവൾ തൻ്റെ അസ്മാദികൾക്കും കടം പറഞ്ഞു കൊടുത്തു. 7-ാം ദിവസം സൂര്യൻ അസ്തമിക്കും മുമ്പേ പട്ടണക്കാർ അവനോട്, തേനിനേക്കാൾ മധുരമുള്ളതെന്ത്, സിംഹത്തേക്കാൾ ബലമുള്ളത് എന്ത് എന്ന് പറഞ്ഞു. അതിനവൻ അവരോട്, നിങ്ങൾ എൻ്റെ പശുക്കിടാവിനെ പൂട്ടി ഉഴുതില്ലെങ്കിൽ എൻ്റെ കടം വീട്ടുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അവൻ അസ്കലോനിലേക്ക് ചെന്ന് 30 പേരെ കൊന്ന് അവരുടെ ഉടുപ്പൂരി കടം വീട്ടിയവർക്ക് വസ്ത്രം കൊടുത്തു. അവൻ്റെ കോപം ജ്വലിച്ചു. അവൻ തൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോയി. ശിംശോന്റെ ഭാര്യ അവൻ്റെ കൂട്ടുകാരനായിരുന്ന തോഴന് ഭാര്യയായി തീർന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം. കുറെ കാലം കഴിഞ്ഞിട്ട് കോതമ്പ് കൊയ്ത്തു കാലത്ത് ശിംശോൻ ഒരു കോലാട്ടിൻകുട്ടിയെയും കൊണ്ട് തൻ്റെ ഭാര്യയെ കാണാൻ ചെന്നു. ശയനഗൃഹത്തിൽ എൻ്റെ ഭാര്യയുടെ അടുക്കൽ ഞാൻ കടന്നു ചൊല്ലട്ടെ എന്ന് പറഞ്ഞു. അവളുടെ അപ്പനോ അവനെ അകത്ത് കടപ്പാൻ സമ്മതിക്കാതെ, നിനക്ക് അവളിൽ കേവലം അനിഷ്ടമായി എന്ന് ഞാൻ വിചാരിച്ചതുകൊണ്ട് അവളെ നിന്റെ തോഴന് കൊടുത്തുപോയി. അവളുടെ അനുജത്തി അവളേക്കാൾ സുന്ദരിയല്ലോ, അവൾ മറ്റവൾക്ക് പകരം നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് ശിംശോൻ, ഇപ്പോൾ ഫിലിസ്ത്യർക്ക് ഒരു ദോഷം ചെയ്താൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു. ശിംശോൻ പോയി 300 കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാൽ ചേർത്ത് പന്തമെടുത്ത് ഈ 2 വാലിനിടയിൽ ഓരോ പന്തം വെച്ചു കെട്ടി പന്തത്തിന് തീ കൊളുത്തി ഫിലിസ്ത്യരുടെ വിളവിലേക്ക് വിട്ടു. കറ്റയും വിളവും ഒലിവ് തോട്ടങ്ങളുമെല്ലാം ചുട്ടുകളഞ്ഞു. ഇത് ചെയ്തതാർ എന്ന് ഫിലിസ്ത്യർ അന്വേഷിച്ചാറെ തിമ്നക്കാരൻ്റെ മരുമകൻ ശിംശോൻ അവൻ്റെ ഭാര്യയെ അവനെടുത്ത് തോഴന് കൊടുത്തു കളഞ്ഞു എന്നവർക്ക് അറിവ് കിട്ടി. ഫിലിസ്ത്യർ ചെന്ന് അവളെയും അവളുടെ അപ്പനെയും തീയിലിട്ട് ചുട്ടുകളഞ്ഞു. അപ്പോൾ ശിംശോൻ അവരോട്, നിങ്ങൾ ഈ വിധം ചെയ്യുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ പ്രതികാരം ചെയ്യാതെ വിടുകയില്ല എന്ന് പറഞ്ഞു. അവരെ കഠിനമായി അടിച്ചു തുടയും നടുവും തകർത്തു കളഞ്ഞു. പിന്നെ അവൻ ചെന്ന് ഏതാം പാറയോട് ഗഹുരത്തിൽ പാർത്തു. എന്നാൽ ഫിലിസ്ത്യർ ചെന്ന് യഹൂദിയിൽ പാളയമിറങ്ങി ലേഹിയിലെല്ലാം പരന്നു. നിങ്ങൾ ഞങ്ങളുടെ നേരെ വന്നിരിക്കുന്നത് എന്ത് എന്ന് യഹൂദിയർ ചോദിച്ചു. ശിംശോൻ ഞങ്ങളോട് ചെയ്തതുപോലെ ഞങ്ങൾ അവനോടും ചെയ്യേണ്ടതിന് അവനെ പിടിച്ചുകെട്ടുവാൻ വന്നിരിക്കുന്നു എന്നവർ ഉത്തരം പറഞ്ഞു. അപ്പോൾ യഹൂദിയിൽ നിന്ന് 3000 പേർ ഏതാം പാറയുടെ ഗഹുരത്വങ്കൽ ചെന്ന് ശിംശോനോട്, ഫിലിസ്ത്യർ നമ്മെ വാഴുന്നു എന്ന് നീ അറിയുന്നില്ലയോ? നീ ഞങ്ങളോട് ഈ ചെയ്തതെന്ത് എന്ന് ചോദിച്ചു. അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ അവനോട്,
ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നിന്നെ പിടിച്ചു കെട്ടുവാൻ ഞങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശിംശോൻ അവരോട്, നിങ്ങൾ തന്നെ എന്നെ കൊല്ലുകയില്ല എന്നോട് സത്യം ചെയ്യുവനെന്ന് പറഞ്ഞു. അവർ അവനോട്, ഇല്ല, ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല, നിന്നെ പിടിച്ചു കെട്ടി അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 പുതിയ കയർ കൊണ്ട് അവനെ കെട്ടി പാറയിൽ നിന്ന് കൊണ്ടുപോയി. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി. അവനൊരു കഴുതയുടെ പച്ച താടിയെല്ല് കണ്ട് കൈ നീട്ടി എടുത്ത് അതുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു. കഴുതയുടെ താടിയെല്ലുകൊണ്ട് കുന്ന് 1, കുന്ന് 2, കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേരെ ഞാൻ സംഹരിച്ചു എന്ന് ശിംശോൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ താടിയെല്ല് കയ്യിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു. ആ സ്ഥലത്തിന് രാമത്തുലേഹി എന്ന് പേരായി. പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു, അടിയന്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ. ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി. അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അവൻ കുടിച്ചു, ചൈതന്യം പ്രാപിച്ചു, വീണ്ടും ജീവിച്ചു. അതുകൊണ്ട് അതിന് ഏൻ ഹക്കോരെ എന്നു പേരായി. അത് ഇന്നുവരെയും ലേഹിയിൽ ഉണ്ട്. അവൻ ഫെലിസ്ത്യരുടെ കാലത്ത് ഇസ്രായേലിന് 20 സംവത്സരം ന്യായപാലനം ചെയ്തു. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം. അനന്തരം ശിംശോൻ ഗസയിൽ ചെന്ന് അവിടെ ഒരു വേശ്യയെ കണ്ട് അവളുടെ അടുക്കൽ ചെന്നു. ശിംശോൻ ഇവിടെ വന്നിരിക്കുന്നുവെന്ന് ഗസ്യർക്ക് അറിവ് കിട്ടി. അവർ വന്നു വളഞ്ഞ് അവനെ പിടിപ്പാൻ രാത്രി മുഴുവനും പട്ടണവാതിൽക്കൽ പതിയിരുന്നു. നേരം വെളുക്കുമ്പോൾ അവനെ കൊന്നുകളയാം എന്നു പറഞ്ഞ് രാത്രി മുഴുവനും അനങ്ങാതിരുന്നു. ശിംശോൻ അർദ്ധരാത്രി വരെ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് പട്ടണവാതിലിന്റെ കതകും കട്ടളക്കാൽ 2ഉം ഓടാമ്പലോട് കൂടെ പറിച്ചെടുത്ത് ചുമലിൽ വെച്ച് പുറപ്പെട്ട് ഹെബ്രോനെതിരെയുള്ള മലമുകളിൽ കൊണ്ടുപോയി. അതിന്റെ ശേഷം അവൻ സോരേക്ക് താഴ്വരയിൽ ദലീല എന്നു പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു. ഫിലിസ്ത്യൻ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്ന് അവളോട്, നീ അവനെ വശീകരിച്ച് അവന് മഹാശക്തി ഏതിലെന്നും ഞങ്ങൾ അവനെ പിടിച്ചുകെട്ടി ഒതുക്കേണ്ടതിന് എങ്ങനെ സാധിക്കുമെന്നും അറിഞ്ഞുകൊള്ളുക. ഞങ്ങൾ ഓരോരുത്തൻ 1100 വെള്ളിപ്പണം വീതം നിനക്ക് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ദലീല ശിംശോനോട്, നിന്റെ മഹാശക്തി ഏതിലാകുന്നു? ഏതിനാൽ നിന്നെ ബന്ധിച്ചൊതുക്കാം? എനിക്ക് പറഞ്ഞു തരയണം എന്ന് പറഞ്ഞു. ശിംശോൻ അവളോട്, ഒരിക്കലും ഉണങ്ങാത്ത പച്ചയായ 7 ഞാണുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ എന്റെ ബലം ക്ഷയിച്ച് ഞാൻ ശേഷം മനുഷ്യരെ പോലെ ആകും എന്ന് പറഞ്ഞു. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഉണങ്ങാത്ത 7 പച്ച ഞാണ് അവളുടെ അടുക്കൽ കൊണ്ടുവന്നു. അവ കൊണ്ട് അവൾ അവനെ ബന്ധിച്ചു. അവളുടെ ഉൾമുറിയിൽ പതിയിരിപ്പുകാർ പാർത്തിരുന്നു. അവൾ അവനോട്, ശിംശോനെ, ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ തീ തൊട്ട ചണനൂൽ പോലെ ഞാണുകളെ പൊട്ടിച്ചു കളഞ്ഞു. അവന്റെ ശക്തിയുടെ രഹസ്യം വെളിപ്പെട്ടതുമില്ല. പിന്നെ ദലീല ശിംശോനോട്, നീ എന്നെ ചതിച്ചു, എന്നോട് ഭോഷ്ക് പറഞ്ഞു. നിന്നെ ഏതിനാൽ ബന്ധിക്കാം എന്ന് ഇപ്പോൾ എനിക്ക് പറഞ്ഞു തരയണം എന്ന് പറഞ്ഞു. അവൻ അവളോട്, ഒരിക്കലും പെരുമാറിയിട്ടില്ലാത്ത പുതിയ കയർ കൊണ്ട് എന്നെ ബന്ധിച്ചാൽ എന്റെ ബലം ക്ഷയിച്ച് ഞാൻ ശേഷം മനുഷ്യരെ പോലെ ആകും എന്ന് പറഞ്ഞു. ദലീല പുതിയ കയർ വാങ്ങി അവനെ ബന്ധിച്ചിട്ട്, ശിംശോനെ, ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്നവനോട് പറഞ്ഞു. പതിയിരിപ്പുകാർ ഉൾമുറിയിലുണ്ടായിരുന്നു. അവനോ ഒരു നൂൽ പോലെ തന്റെ കൈമേൽ നിന്ന് അത് പൊട്ടിച്ചു കളഞ്ഞു. ദലീല ശിംശോനോട്, ഇതുവരെ നീ എന്നെ ചതിച്ചു, എന്നോട് ഭോഷ്ക് പറഞ്ഞു. എന്നെ ഏതിനാൽ ബന്ധിക്കാമെന്ന് എനിക്ക് പറഞ്ഞു തരയണം എന്ന് പറഞ്ഞു. അവൻ അവളോട്, എന്റെ തലയിലെ 7 ജട നൂൽപ്പാവിൽ ചേർത്ത് നെയ്താൽ സാധിക്കും എന്ന് പറഞ്ഞു. അവൾ അങ്ങനെ ചെയ്തു. കുറ്റി അടിച്ചുറപ്പിച്ചു വെച്ച് അവനോട്, ശിംശോനെ, ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. അവൻ ഉറക്കമുണർന്നു നെയ്ത്തുതടിയുടെ കുറ്റിയും പാവും പറിച്ചെടുത്തു കളഞ്ഞു. അപ്പോൾ അവൻ അവനോട്, നിന്റെ ഹൃദയം എന്നോട് കൂടെ ഇല്ലാതിരിക്കെ നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നത് എങ്ങനെ? ഈ 3 പ്രാവശ്യം നീ എന്നെ ചതിച്ചു. നിന്റെ മഹാശക്തി ഏതിലാകുന്നു എന്ന് എനിക്ക് പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൾ അവനെ ദിവസം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ച് അസഹ്യപ്പെടുത്തി. അവൻ മരിപ്പാൻ തക്കവണ്ണം വ്യസനപരവശനായി തീർന്നിട്ട് തൻ്റെ ഉള്ളം മുഴുവനും അവളെ അറിയിച്ചു. ശൗരക്കത്തി എൻ്റെ തലയെ തൊട്ടിട്ടില്ല. ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിനു വ്രതസ്ഥൻ ആകുന്നു. ശൗരം ചെയ്താൽ എൻ്റെ ബലം എന്നെ വിട്ടുപോകും. ഞാൻ ബലഹീനനായ ശേഷം മനുഷ്യരെ പോലെയാകും എന്ന് അവളോട് പറഞ്ഞു. തൻ്റെ ഉള്ളം മുഴുവനും അവൻ അറിയിച്ചു എന്ന് കണ്ടപ്പോൾ ദലീല ഫെലിസ്ത്യ പ്രഭുക്കന്മാരെ വിളിച്ച് ആളയച്ചു.
ഇന്ന് വരുവിൻ, അവൻ തൻ്റെ ഉള്ളം മുഴുവനും എന്നെ അറിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്നു, പണവും കയ്യിൽ കൊണ്ടുവന്നു. അവൾ അവനെ മടിയിൽ ഉറക്കി ഒരാളെ വിളിപ്പിച്ച് തലയിലെ ജട 7 കളയിച്ചു. അവൾ അവനെ ഒതുക്കി തുടങ്ങി. അവന്റെ ശക്തി അവനെ വിട്ടുപോയി. പിന്നെ അവൾ, ശിംശോനേ, ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമുണർന്നു. യഹോവ തന്നെ വിട്ടു എന്നറിയാതെ ഞാൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞു കളയും എന്ന് വിചാരിച്ചു. ഫെലിസ്ത്യരോ അവനെ പിടിച്ച് കണ്ണു കുത്തിപ്പൊട്ടിച്ച് ഗസയിലേക്ക് കൊണ്ടുപോയി ചെമ്പു ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അവൻ കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു. അവന്റെ തലമുടി കളഞ്ഞ ശേഷം വീണ്ടും വളർന്നു തുടങ്ങി. അനന്തരം ഫെലിസ്ത്യ പ്രഭുക്കന്മാർ, നമ്മുടെ വൈരിയായ ശിംശോനെ നമ്മുടെ ദേവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ് തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിപ്പാനും ഉത്സവം ഘോഷിപ്പാനും ഒരുമിച്ച് കൂടി. പുരുഷാരം അവനെ കണ്ടപ്പോൾ നമ്മുടെ ദേശം ശൂന്യമാക്കുകയും നമ്മിൽ അനേകരെ കൊല്ലുകയും ചെയ്ത നമ്മുടെ വൈരിയെ നമ്മുടെ ദേവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തങ്ങളുടെ ദേവനെ പുകഴ്ത്തി. അവർ ആനന്ദത്തിലായപ്പോൾ നമ്മുടെ മുമ്പിൽ കളിപ്പാൻ ശിംശോനെ കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞ് ശിംശോനെ കാരാഗ്രഹത്തിൽ നിന്ന് വരുത്തി. അവൻ അവരുടെ മുമ്പിൽ കളിച്ചു. തൂണുകളുടെ ഇടയിലായിരുന്നു അവനെ നിർത്തിയിരുന്നത്. ശിംശോൻ തന്നെ കൈക്കു പിടിച്ച ബാല്യക്കാരനോട്, ക്ഷേത്രം നിൽക്കുന്ന തൂണ് ചാരിയിരിക്കേണ്ടതിന് ഞാൻ അവയെ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ക്ഷേത്രത്തിൽ പുരുഷന്മാരും സ്ത്രീകളും നിറഞ്ഞിരുന്നു. സകല ഫെലിസ്ത്യ പ്രഭുക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു. ശിംശോൻ കളിക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന പുരുഷന്മാരും സ്ത്രീകളുമായി ഏകദേശം 3000 പേർ മാളികയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എൻ്റെ 2 കണ്ണിനും വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. ക്ഷേത്രം നിൽക്കുന്ന 2 നടുത്തൂണും ഒന്ന് വലം കൈകൊണ്ടും മറ്റേത് ഇടം കൈകൊണ്ടും ശിംശോൻ പിടിച്ച് അവയോട് ചാരി. ഞാൻ ഫെലിസ്ത്യരോട് കൂടെ മരിക്കട്ടെ എന്ന് ശിംശോൻ പറഞ്ഞ് ശക്തിയോടെ കുനിഞ്ഞു. ഉടനെ ക്ഷേത്രം അതിലുള്ള പ്രഭുക്കന്മാരുടെയും സകല ജനത്തിന്റെയും മേൽ വീണു. അങ്ങനെ അവൻ മരണസമയത്ത് കൊന്നവർ ജീവകാലത്ത് കൊന്നവരെക്കാൾ അധികമായിരുന്നു. അവന്റെ സഹോദരന്മാരും പിതൃഭവനമൊക്കെയും ചെന്ന് അവനെ എടുത്ത് സോരയ്ക്കും എസ്തായോലിനും മധ്യേ അവന്റെ അപ്പനായ മനോഹയുടെ ശ്മശാന സ്ഥലത്ത് അടക്കം ചെയ്തു. അവൻ ഇസ്രായേലിന് 20 സംവത്സരം ന്യായപാലനം ചെയ്തിരുന്നു.